ഹായ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആർസണൽ PSG. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർസണൽ PSG സെക്കൻഡ് ലെഗ് ഒരു ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് ആയിരുന്നു. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഇന്ന് കുറെ നാളിന് ശേഷം സഞ്ജയ് ബ്രോ കൂടെ വന്നിട്ടുണ്ട്. സഞ്ജയ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. Good evening, good evening, good evening, Arun. Good evening, all. കുറച്ച് കുറച്ച് നാളെ എനിക്കറിയാം ഈ പറഞ്ഞ പോലെ അതെ, സഞ്ജയ് ബ്രോ അതെ, ഇടയ്ക്ക് സ്ട്രീമിൽ. കുറച്ച് പ്രൊഫഷണൽ ലൈഫ് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അപ്പൊ അതിന്റെ ഒരു തിരക്കിലായിപ്പോയി. ഗുഡ് ഗുഡ് ഗുഡ്. ഹോപ്പ് ഓൾ ദി ബെസ്റ്റ് എന്തായാലും അതില്. യെസ്, അപ്പം അഗൈൻ ആർസണലിലേക്ക് വരുവാണെങ്കിൽ അത്ര നല്ലൊരു ടൈം അല്ലാന്ന് എനിക്കറിയാം. ഇപ്പം ആർസണൽ ഫാൻസ് അങ്ങനെ ഒരു തേർഡ് സീസൺ ഇൻ എ റോ ട്രോഫിലെസ് നമുക്ക് പറയാം. അതായത് എക്സ്പെക്ടേഷനിൽ നിന്നും നോക്കുവാണെങ്കിൽ തേർഡ് സീസണിൽ ഇൻ എ റോ ട്രോഫിലെസ്. നമുക്ക് ആർട്ടറ്റയുടെയും ഇതിനെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ മാച്ച് PSG സെക്കൻഡ് ലെഗ് PSG അവയായിട്ടുള്ള ആ മാച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ബ്രോ തോന്നിയത് ആ ഒരു മാച്ച് കഴിഞ്ഞ നിമിഷം? എന്ത് തോന്നി? ശരിക്കും വെച്ചാൽ എനിക്ക് നമ്മൾ ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഫേസ് ചെയ്ത PSG ആയിരുന്നില്ല നമ്മൾ സെമിഫൈനൽസിൽ ഫേസ് ചെയ്തത്. കാരണം അത് കഴിഞ്ഞിട്ട് PSG നല്ലോണം ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അവരുടെ ടീം കുറച്ചൊരു ഇപ്പൊ ഗ്രിറ്റ് കാണുന്നുണ്ട്. നേരത്തെ എംബാപ്പെ, നെയ്മാർ പോലുള്ള സ്റ്റാർസ് മാത്രമുള്ള ടീമായിട്ടല്ല, ഇപ്പൊ ഒരു പേർപ്പസ് കാണുന്നുണ്ട് ആ ടീമിൽ. അത് ഐ തിങ്ക് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ലൂയിസ് എൻറിക്കെ. അത് ഹീസ് ഓൾസോ പ്രൂവൻ വിന്നർ. അതാണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ട്രാൻസ്ഫർ വിൻഡോയും കൂടി അവർക്ക് ഉണ്ടായിരുന്നു ഈ സീസൺ. അത് നമ്മളത് അത് ഒരാഴ്ച ഓർക്കേണ്ടതാണ്. അവര് മിഡ്ഫീൽഡ് നല്ലോണം റീവാമ്പ് ചെയ്തു. ഇപ്പോ ജോ നെവേഴ്സും വിറ്റീനയാണ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ആ ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കേഴ്സ്, അല്ലെങ്കിൽ ആ രജിസ്ത പൊസിഷൻ എന്ന് പറയുമല്ലോ ഇറ്റാലിയൻ ഫുട്ബോളിൽ. അതാണ്. അപ്പോ ആ ഒരു പൊസിഷനിൽ അവർക്ക് രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഫാബിയൻ റൂയിസ് ഈസ് ഓൾസോ പ്ലേയിങ് വെൽ. ഈസ് ഓൾസോ ഹാസ് സ്പാനിഷ് മെന്റാലിറ്റി ഉണ്ട്. അതാണ്. സോ ദ മിഡ്ഫീൽഡ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് അത്ര ഹൈറ്റ് ശരിക്കും PSG ഇല്ല. ബട്ട് they have some kind of understanding with them. ബാലൻസ് ഉണ്ട്, അവർക്കൊരു ബാലൻസ് കാണുന്നുണ്ട്. ബട്ട് യാ, പക്ഷെ സെക്കൻഡ് ലെഗ് നോക്കുവാണെങ്കിൽ വി ആക്ച്വലി കംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ദ മിഡ്ഫീൽഡ്. യാ, സോ ആർട്ടേറ്റ പറഞ്ഞ ഒരു കാര്യത്തിൽ ഐ മൈറ്റ് അഗ്രി. വി ആക്ച്വലി ദ ഫസ്റ്റ് ഹാഫ് വി ആക്ച്വലി ഡോമിനേറ്റഡ്. മേ ബി ദ ഫസ്റ്റ് 15 minutes വി ആക്ച്വലി ഡോമിനേറ്റഡ്. ശരിക്കും വേണമെങ്കിൽ ഒരു 3 goals വരെ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു ഡൊണാറുമ പോലുള്ള ഒരു എന്താ പറയുക, ഒരു ഐഫിൽ ടവർ സൈസ് ഒരു ഗോൾ കീപ്പർ ഉള്ളപ്പോൾ കുറച്ച് പാടാണ് ഡിഫീറ്റ് ചെയ്യാൻ. അതാണ്. സോ അതെ, നമ്മൾ റിയൽ മെഡ്രിഡിലൊന്നും അവിടുത്തെ അത്രയും വലിയ സൈസുള്ള ഗോൾ കീപ്പർ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ വി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടീസ്. ബട്ട് സ്ലൈറ്റ്ലി, നോട്ട് സ്ലൈറ്റ്ലി, ബട്ട് വെരി വെരി ഡിസപ്പോയിന്റഡ് ദാറ്റ് നമ്മുടെ ഉദ്ദേശിച്ച പോലെ റിസൾട്ടിലോട്ട് വന്നില്ല എന്നൊരു സങ്കടമുണ്ട്. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ? ഇപ്പൊ ആസ് യൂഷ്വൽ നെക്സ്റ്റ് സീസൺ വെയിറ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ അടുത്ത കൊല്ലം വെയിറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഞാനും ഇപ്പം ആ മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓണസ്റ്റ്ലി എനിക്ക് സെക്കൻഡ് ലെഗിൽ ഞാൻ വളരെ അത്ര ഡിസപ്പോയിന്റഡ് ഇൻ ദ ടേംസ് ഓഫ് സീസൺ. ഞാൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷെ ആ മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഡിസപ്പോയിന്റഡ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല നമ്മൾ ഓവർ ടേൺ ചെയ്യും, നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ബട്ട് വാട്ട് സർപ്രൈസ്ഡ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ച ദ മാനർ വി ട്രൈ ടു പ്ലേ ദ മാച്ച് വാസ് ആക്ച്വലി ഗുഡ്. നമ്മള് ഫസ്റ്റ് ഹാഫിൽ ആ 10 minutes 10 to 15 minutes വാസ് ആക്ച്വലി ഗുഡ്. നമുക്ക് വി കുഡ് ഹാവ് സ്കോർഡ്. ബ്രോ പറഞ്ഞ പോലെ ഒരു 2 or 3 goals നമുക്ക് വേണമെന്ന് വെച്ചാൽ സ്കോർ ചെയ്യാതെ അഗൈൻ ആ ഒരു സേവ് വരിക എന്ന് പറയുന്നത് ഒഡേഗാർഡിന്റെ ഷോട്ട് 9 times out of 10 എനിക്ക് തോന്നുന്നത് ഗോളാണ്. അത്ര പവറിലും ബോള് കൂടെ ആളുകൾ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോ അത്രയും പവറിൽ ഒരു ഷോട്ട് വരുമ്പോ അതെങ്ങനെ ഇത്ര എന്താ പറയാ ഒരു ഒരു ഗോൾ കീപ്പറിന്റെ എസ്പെഷ്യലി ഒഡേഗാർഡിന്റെ ചാൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡോണറുമയുടെ സേവ് ആണ്. റൈസിന്റെ ഒക്കെ ഹെഡ് ഒക്കെ ഇപ്പൊ അറിയാം ആ ഒരു സിറ്റുവേഷനിൽ ചാൻസ് യു മൈറ്റ് നോട്ട് സ്കോർ. അപ്പൊ അതിൽ വലിയൊരു നമ്മൾ അതിൽ കുറ്റപ്പെടുത്തേണ്ടതൊന്നുമില്ല. ബട്ട് ഇതുപോലത്തെ സിറ്റുവേഷൻസിലാണ് യു നീഡ് ദാറ്റ് കില്ലർ ഇൻസ്റ്റിങ്ക്ട് ഓർ ദാറ്റ് ഫിനിഷിംഗ് കോച്ചിങ് എബിലിറ്റി.
അത് Yes. അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ ഫോർ ദ ലാസ്റ്റ് 2-3 സീസൺസ്. അതാണ് നമ്മളുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് കയറി വന്നിരിക്കുന്നത്. അത് ഈ കൊല്ലം നമ്മൾ പല പല മാച്ചസിലും അതിന്റെ ഒരു എവിഡന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പല പല മാച്ചസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ലാക്ക് ഓഫ് എ ഫിനിഷറിന്റെ ഒരു പ്രോബ്ലം നമ്മൾ പല മാച്ചസിൽ നമ്മൾ ഈ സീസൺ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാ ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സമയം കാണുള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് അവർ സീസൺ, അത്രേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല ഇതിലും. അതെ, പിന്നെ ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് അടിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഒന്നും ആയിട്ടല്ലല്ലോ നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഡെഫിനറ്റ്ലി പ്രീമിയർ ലീഗ് നമ്മൾ അടിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓക്കെ, നമുക്ക് വേണം ഇഞ്ചറീസിനെ ബ്ലെയിം ചെയ്യാൻ കുറെയൊക്കെ. പക്ഷെ ചില മാച്ച് ഒന്നും നമുക്ക് ഒരിക്കലും ഇഞ്ചറി മാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. ലൈക് ടാക്ടിക്കലി പോലും നമ്മൾ അത്ര ട്രൈ ചെയ്തില്ല, അല്ലെങ്കിൽ പ്ലെയറിന്റെ ഇന്റൻസിറ്റി പല ഗെയിമുകളിലും പ്ലേയേഴ്സിന്റെ ഒക്കെ ഇന്റൻസിറ്റി വളരെ ലോ ആയിരുന്നു. ആൻഡ് നമുക്കറിയാം നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത് ലൈക് ബ്ലണ്ട് ആണ്. ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ അറ്റാക്ക് നൗ എവിഡന്റ് ആയിട്ട് വരുന്നുണ്ട്. വി നോ മാർട്ടിനലിയുടെ വീക്ക്നെസ് വി ഹാവ് ബീൻ സീയിങ് ഫോർ ദ ലാസ്റ്റ് 2 സീസൺസ്. പിന്നെ മാർട്ടിനലിയുടെ വീക്ക്നെസ് നമുക്ക് ലാസ്റ്റ് 2 സീസൺ നമുക്കറിയാം. പിന്നെ സാക്ക he can't do everything alone. സാക്ക പല ഡെഫിനറ്റ്ലി he has given us a result, but to expect him to do on a regular basis is not practical or it's not viable. അതാണ്. Every player will have his off days. അതാണ്. So Saka scored 1 goal. Yeah, second one നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനിൽ it happened very it can happen കാരണം it's not easy to control. It's not easy to control that kind of a cross. Yeah. ആക്ച്വലി ഗെയിം കളിച്ചവർക്കും കളിക്കുന്നവർ സാധാരണ ഒരാൾ കളിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര എളുപ്പമല്ല. പോച്ച് ചെയ്ത് ഗോൾ അടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. Yeah, but the game was basically over when Hakimi scored the second goal. The game was basically over. അതാണ്. സോ അത് പോയി. അത് 2 ഗോളും വളരെ ലോവർ XG ചാൻസ് ആയിരുന്നു. അവിടെയാണ് ഞാൻ കൂടുതൽ നമുക്ക് ഒരു വിഷമം വന്നത്. കാരണം ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ പ്ലെയറിന്റെ ആ സമയത്ത് തോന്നിയ ഒരു കാര്യം അവരെ ചെയ്തു. നമ്മൾ ഒരാൾ പോലും പെനൽറ്റി ബോക്സിന്റെ പുറത്ത് നിന്ന് ഒരു ഷൂട്ടോ ഒന്ന് ട്രൈ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഒരുപാട് ഡിസപ്പോയിന്റ്മെന്റ് ആണ്. അത് ടാക്ടിക്സും XG ഒക്കെ ശരിയാണ്, അതൊക്കെ വേണം. നമുക്കൊരു ഹൈലി കോമ്പറ്റീറ്റീവ് സൈഡ് ആവാൻ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഹൈലി കോമ്പറ്റീറ്റീവ് സൈഡുമാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ആ ഒരു എൻഡ് റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ എനിക്ക് തോന്നുവാണെങ്കിൽ, ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് എന്റെ എക്സാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്റെ ഇല്ല, ബട്ട് ലാസ്റ്റ് സീസൺ ഓൾസോ അവർ എക്സ്പെക്ടഡ് also higher. So we are actually overperforming our expected goals. So അത് ലാസ്റ്റ് സീസണിൽ അത് നമ്മൾ ശരിക്കും എവിഡന്റ് ആയിട്ട് കണ്ടാണ്. സോ ഓവർ പെർഫോമിംഗ് അവർ എക്സ്പെക്ടഡ് ഗോൾസ് ഇസ് നെവർ ഗോയിങ് ടു ബി എ ഹെൽത്തി ട്രെൻഡ്. അതാണ്. അപ്പൊ അതിന്റെ ഒരു സംഭവം നമ്മൾ ഈ സീസൺ ഫേസ് ചെയ്ത്. 2 മെയിൻ നമ്മുടെ സോ കോൾ സ്ട്രൈക്കേഴ്സ് എന്ന് വേണ്ടി പറയുന്നത്, നോട്ട് എക്സാക്ട്ലി സ്ട്രൈക്കേഴ്സ്, ബട്ട് നമ്പർ 9 പൊസിഷൻ കളിക്കുന്ന ആൾക്കാർ ഹാവേർട്സ് is not going to play again for this season. Jesus we lost early in the season. So എല്ലാം ഒരു സിംഗിൾ പേഴ്സണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹി വാസ് ആക്ച്വലി ഡൂയിങ് ഗുഡ്. ഹാവേർട്സിനെ അതിൽ ബ്ലെയിം ചെയ്യില്ല, ബട്ട് ഹി വാസ് ആക്ച്വലി ഡൂയിങ് വാട്ട് എവർ ഹി കുഡ്. ബട്ട് വി നോ വാട്ട് ഹിസ് വീക്ക്നെസ്സസ്. he's not a finisher, but he can hold up the play. He can create the run. He can create the space, but he's not what you expect from Isak or maybe even from we can now say ഇപ്പോ നോക്കുവാണെങ്കിൽ even a Mateta. ഇപ്പോ ക്രിസ്റ്റൽ പാലസ് Mateta is also a good player. അതാണ്. But he's not that kind of a player. But Havertz's strengths പല കാര്യങ്ങളുണ്ട്, but you can't expect him to play like a for 9. അപ്പൊ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ട്, but that is up to the coach to find out the ways. അല്ല, ഹാവേർട്സ് കളിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഹാവേർട്സ് കളിക്കുവാനുള്ള ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അത്ര വീക്കാണ്. ലെഫ്റ്റ് സൈഡ് നല്ല പൊട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ അവിടെ ഉണ്ടെങ്കിൽ ഹാവേർട്സ് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും ഹാവേർട്സിന്റെ ഗുണം എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് 2 സീസൺ നമ്മൾ തന്നെ മനസ്സിലായി ലെഫ്റ്റ് സൈഡ് ഇസ് നൗ ബിക്കമിങ് മോർ വീക്കർ, എസ്പെഷ്യലി ജാക്ക ലെഫ്റ്റ് ചെയ്തത്. അതാണ്. സോ എന്തോ ഇപ്പൊ ജാക്കയുടെ റോൾ എനിക്ക് തോന്നുന്നു ഇപ്പോ നോ നീഡ് ടു സേവ് ജാക്ക പോയതിന്റെ ഒരു ഇഷ്യൂ ആണെന്ന് കാണുന്നില്ല. ബട്ട് ദ മെയിൻ പ്ലെയർ പ്ലേയിങ് ഇൻ ദാറ്റ് പൊസിഷൻ റൈറ്റ് നോ മാർട്ടിനലി ഈസ് നോട്ട്. ഈവൻ ഓൺഡ്രെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹി ലാക്സ് ദിസ് ഫുട്ബോൾ ഇന്റലിജൻസ് ലാക്ക് ചെയ്യുന്നുണ്ട്. ഹി ഓൾവേസ് കീപ്സ്
ഹെഡ് ഡൗൺ. എക്സാക്ട്ലി. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫുട്ബോൾ ഇന്റലിജൻസ്, അതായത് ബേസിക്സ്, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെഡ് ഒന്ന് എന്റെ എത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തല നോക്കിയിട്ട് ആരാ എവിടെയാ എന്താ ഒന്ന് ഇത് especially Hakimi against one-on-one ആണെങ്കിൽ we know Hakimi is not going to go past Hakimi. അതാണ്. അപ്പോൾ we know okay what എന്താ അറിയാം, we know what Nelly is going to do. അവസാനം അത് തന്നെ നടക്കും. അവസാനം ബോള് മറ്റവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ബട്ട് അതാണ് പറ്റും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, ഒന്നുമില്ല. ലെറ്റ്സ് ഹോപ്പ് they are going to go for some other different options in the summer. ഇനിയിപ്പോ അത് മാത്രമേ നമുക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഏതർ അങ്ങനെ ഒരു വിങ്ങർ കൊണ്ടുവരിക, അതല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ, ആ ഒരു ലെവൽ സ്ട്രൈക്കർ കൊണ്ടുവരിക. ഇതിലേതിലും ഒരെണ്ണം കിട്ടിയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഇനിയിപ്പോ അത് വന്നല്ലാണ്ട് ഇനി there's no excuses. അതാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് സീസൺ ഇസ് ദ സീസൺ. നെക്സ്റ്റ് സീസൺ വാട്ടേഴ്സ് ഈ ഒരു ഇതിന്റെ റിപ്പീറ്റ് ആണെങ്കിൽ വരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഗോയിങ് ടു സ്റ്റേ. അതായിരിക്കും. ദാറ്റ്സ് മൈ പേഴ്സണൽ ഹഞ്ച്. നമുക്ക് ചിന്തിക്കാനുള്ളൊരു ഇതില്ല. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ആർട്ടറ്റ ഇഫ് ഹി ലീവ്സ് എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റേജ്? ആരായിരിക്കും അങ്ങനെ ഒരു മാനേജർ ഇനി വന്ന് നമ്മളിപ്പോൾ ഈ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് ഓൾറെഡി നിൽക്കുന്ന നമ്മള് അങ്ങനെ തന്നെ നിൽക്കുവോ, അതോ പെട്ടെന്നൊരു ഡ്രോപ്പ് ഓഫ് ആവോ? ഇതൊക്കെയാണ് അടുത്ത കൺസേൺ എന്ന് പറയുന്നത്. മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും പോകുന്ന ഒരു കൺസേൺ എനിക്കുള്ളത്. സോ ഇനിയിപ്പോ ഇന്ന് റിപ്പോർട്ട് ഉണ്ട്, ഓൺസ്റ്റീന്റെ റിപ്പോർട്ട് ഉണ്ട്. ഓൺസ്റ്റീന്റെ റിപ്പോർട്ട് വന്നതിന് പിന്നെ ഇറ്റ് മീൻസ് സംതിങ് സീരിയസ് ഇസ് ഹാപ്പനിങ്. സലീബ ഇസ് ആക്ച്വലി ഹാവിംഗ് ഗുഡ് ഇൻട്രസ്റ്റ് ഫ്രം മെഡ്രിഡ്. അതാണ്. സോ ബട്ട് ഐ ഗെസ് വി ആർ ട്രൈങ് ടു എക്സ്റ്റെൻഡ് ഹിസ് കോൺട്രാക്ട്. ബട്ട് ഇനി ഈവൻ ഇഫ് യു ആർ ഗോയിങ് ടു എക്സ്റ്റെൻഡ് ഹിസ് കോൺട്രാക്ട്, ഐ തിങ്ക് ദർ ഇസ് ഗോയിങ് ടു ബി എ ജെന്റിൽമാൻ കൈൻഡ് ഓഫ് ആൻ അഗ്രിമെന്റ്. സലീബയുടെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ അവര് ഉറപ്പായിട്ട് ഡിമാൻഡ് ചെയ്യും. So there's going to be a gentleman agreement stating that if you don't win the next season, and if the Madrid is let's say ഒരു 100 million pounds ഒരു ബിഡ് ഒക്കെ വരുവാണെങ്കിൽ ആർസണൽ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. ഒരു അഗ്രിമെന്റ് എന്തായാലും ഉണ്ടാവും. ഓൾസോ ഇൻ 2 സീസൺസ് നമ്മൾ ആംബിഷൻസ് കാണിച്ചില്ലെങ്കിൽ വി നെവർ നോ, സാക്കൊക്കെ ആണെങ്കിലും ഒരു ഇത് വരും. ലൈക്ക് റയൽ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് സാക്കയുടെ ഒരു പെർഫോമൻസും. അവർക്ക് for a player like Saka, it only makes sense to go to a club like Real Madrid. അതിനേക്കാൾ വേറൊരു ക്ലബിലോട്ട് പോവാണെങ്കിൽ is actually belittling himself. ഇല്ല, അത് ഇംഗ്ലീഷ് ലീഗിൽ പോവില്ല. പോവാണെന്ന് തന്നെ പോവില്ല. If he's going to leave Arsenal, it has to be a club like Real Madrid. ബാസ ഇനിയിപ്പോ യമാൽ അവിടെ ഉള്ളതുകൊണ്ട് that position is not going to get കുഴപ്പമില്ല. റിയൽ മെഡൽ there's a physical need for that role because അവർക്ക് ഒരു ലെഫ്റ്റ് സൈഡ് ഒരു വിങ്ങർ അവർക്ക് ഇല്ല. അതാണ്. സോ ദാറ്റ് ഇസ് സംതിങ്. ബട്ട് ഹു നോസ്, maybe Arteta can try utilizing him in different positions, because why only limit himself to a right winger kind of a role? Maybe he can play the Odegaard role where he can our role play GM. He can maybe play in the left wing. So he should use other. So if you are not, if you have the team's best player only limited to one certain role, try pushing to different roles. എന്നാലേ അറിയാൻ പറ്റുള്ളൂ if he is going to be effective or not. If you only ഒരു ഒറ്റ സ്ഥലത്ത് മാത്രം വെച്ച് you are actually damaging your team, especially ഇതുപോലത്തെ ഒരു സമയത്ത് when you don't have the players. We all know സബ് വരാണെങ്കിൽ ഒന്നിനെ ട്രസ്വാഡ് വരും, അല്ലാണ്ട് വേറെ ആരും വരാൻ പോകില്ല. So we know what basically the team is going to be. So try to reinvent the team as much as possible. ഇനിയിപ്പോ last few games of the season, you have nothing to lose. എനിക്ക് തോന്നുന്നു ഇപ്പോ if they win the last game of the season, they will technically qualify for the Champions League. So അതാണ്. So try inventing new tactics. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഉള്ളി ഒരു ഹാർഡ് കോർ ഒരു സിംഗിൾ ടാക്ടിക് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. And one thing എനിക്ക് തോന്നിയതായിരിക്കും, യു ആർ ആക്ച്വലി I guess most of our players are tired because last 2 seasons ആയിട്ട് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. And they're playing the same players again and again. There's no proper rotation is happening. So players will get tired. Players going to reach that burnout levels. That's it. ഈ സീസൺ ലാക്ക് ഓഫ് ആംബിഷൻ എവിടെയാണെന്ന് വെച്ചാൽ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ എടുത്തു പറയേണ്ടി വരും. ഒരു ഇഫ് യു ആർ എയിമിംഗ് ഫോർ ടൈറ്റിൽസ്, നമ്മൾ ടൈറ്റിലിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ടീം, ഏതൊരു ടീമാണെങ്കിലും they will definitely strengthen their team in the winter transfer. PSG is the best example. Just look at PSG.
അവർ പോയി ഡയറക്റ്റ് ചെന്ന് നാപ്പോളി എടുത്തു നിന്ന് ക്വരസ്കെലിനെ കൊണ്ടുവന്നു. ദർ അറ്റാക്ക് ഇസ് ലുക്കിംഗ് സോ ഗുഡ് ലൈക്ക് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസണിൽ കണ്ടൊരു PSG അല്ല സെക്കൻഡ് ഹാഫ്. ഒരു രക്ഷയില്ലാത്ത അറ്റാക്ക്, കൗണ്ടറാണ്. പ്ലേയിങ് കൗണ്ടർ അറ്റാക്ക്, ബട്ട് സ്റ്റിൽ ചില ഗെയിംസിൽ അവര്, ബട്ട് ആ സെക്കൻഡ് ലെഗിൽ അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തുള്ളൂ. അവരവിടെ കൂടുതൽ ഒന്നും ചെയ്യാൻ പോയില്ല, ജസ്റ്റ് ഡിഫെൻഡ് ചെയ്യുക. They allowed Arsenal to dominate. See, they only had around 4 or 5 shots on target. അതിൽ 2 അവർ ഗോൾ അടിച്ചു. അവർക്ക് അവരുടെ ജോബ് കിട്ടി. സോ ദാറ്റ്സ് വാട്ട് എഫിഷ്യന്റ് ടീംസ് ഡു. ഈവൻ നമ്മളിപ്പോ റിയൽ മാഡ്രിഡിനെ എപ്പോൾ പറയുമല്ലോ, എസ്പെഷ്യലി ഇപ്പൊ 2021 സീസണിന്റെ 22 സീസണാണോ ചാമ്പ്യൻസ് ലീഗ്. ലിവർപൂൾ ഡോമിനേറ്റ് ദ ഗെയിം, ബട്ട് റിയൽ മാഡ്രിഡ് ഒറ്റ ചാൻസ് കിട്ടി, അതിൽ അവർ ഗോൾ അടിച്ചു. സോ ദാറ്റ്സ് വാട്ട് എഫിഷ്യന്റ് ടീംസ് ആർ ഗോയിങ് ടു ഡു. അത്രേ ഉള്ളൂ. എസ്പെഷ്യലി ഇൻ ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മിക്ക കളികളും. ബട്ട് ഫൈനൽ എന്തായിരിക്കും അറിയണോ, കാരണം നമുക്കറിയാം ഇന്റർ മിലാൻ ഈസ് കൈൻഡ് ഓഫ് Final is going to be very, very exciting. കാരണം I think we are going to see a very competitive Champions League final for a long time. വെരി മച്ച്. For a long time നമ്മൾ ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നമ്മൾ കുറച്ച് കാളെ കണ്ടിട്ട്. I think that's my expectation. So ഏത് ടീം ജയിക്കും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കറക്റ്റ്. ഐ തിങ്ക് ഡിസേർവ്ഡ് ടീംസ് ആണ് ഫൈനലിൽ നമുക്ക് തോന്നി. ഈവൻ ബാഴ്സ ആയിരുന്നെങ്കിലും നമുക്ക് പറയാം ഡിസേർവ്. The best teams are there in the final. Barca was just unlucky. Barca was just unlucky. That's it. Such a good game. ഇത്രയും ഒരു ഹിസ്റ്റോറിക് ഗെയിം കണ്ട ഒരു ഫീൽ ആയിരുന്നത്. ശരിക്കും ആ ഒരു സെക്കൻഡ് ലെഗ് വാസ് മൈൻഡ് ബ്ലോയിങ്. സാൻ സിറോയിലെ സെക്കൻഡ് ലെഗ് വാസ് മൈൻഡ് ബ്ലോയിങ്. That's actually the beauty of attacking football. രണ്ട് ഇന്റർ മിലാൻ ഇസ് ലൈക്ക് എ പ്യൂർ കൗണ്ടർ അറ്റാക്കിംഗ് ടീം. അതാണ് ആ ഒരു അത് കാണാൻ പറ്റും. എസ്പെഷ്യലി ഡംഫ്രീസിനൊക്കെ ഒരു ഓട്ടം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഫുൾ ഓൺ അറ്റാക്ക്, നല്ല രീതിയിൽ അറ്റാക്ക് മെന്റാലിറ്റി ഉള്ള രണ്ട് ടീംസ് ആണ് എന്റെ ഫൈനൽ വന്നിരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി. സോ ലെറ്റ്സ് സീ which team is going to be the winner. ഞാൻ പക്ഷെ അതാ ഇന്ററിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഹൈബ്രിഡ് ഫീൽ. അവർ ഭയങ്കര ഹൈ പ്രസിംഗും ആണ്, എന്നാൽ നല്ലോണം ഡിഫെൻഡ് ചെയ്യാനും അറിയാം അവർക്ക്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി, ഐ ഡോണ്ട് നോ, നമുക്ക് കണ്ടറിയാം. ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, ബട്ട് ഹിസ്റ്ററി സജസ്റ്റ് ദാറ്റ് നോക്കുവാണ്. ഇപ്പൊ ലിവർപൂൾ ദേ ലോസ്റ്റ് 2018 ഫൈനൽ, അവർ നെക്സ്റ്റ് സീസൺ അവർ ജയിച്ചു. സിറ്റി ലോസ്റ്റ് ഇൻ 21 ഫൈനൽ, ദേ വൺ 2 years back. 2 കൊല്ലം മുമ്പ് ഇന്റർ വാസ് ദെയർ ഇൻ ദ ഫൈനൽ. സോ ഹൂ നോസ്, ഇറ്റ് കുഡ് ബി ഇന്റർസ് ഇയർ, ബട്ട് പറയാൻ പറ്റില്ല. ഈവൻ PSG is also good. So it's unpredictable. അതാണ്. Not that the second team is our fluke ആയിട്ട് എത്തിയല്ല. Both the teams are കഷ്ടപ്പെട്ട് they've beaten the best teams in the world to reach there. So it's going to be very, very exciting for sure. അതിനകത്ത് നമുക്ക് യാതൊരു ഇതും നമുക്ക് പറയാനില്ല, കാരണം absolutely deserving both teams. അപ്പം നമുക്ക് മറ്റൊന്ന് PSG ആർസണൽ മറ്റൊന്നും പറയാനില്ല. വേറെ എന്താ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് വേണം പറയാം, ഫസ്റ്റ് ലെഗില് ഇപ്പോ ഇൻ കേസ് തോമസ് പാർട്ടെ ഫസ്റ്റ് ലെഗിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. അങ്ങനെ ഇഫ്സ് ആൻഡ് ബട്ട്സ് കുറെ പറയാം, അതല്ലാണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ ആലോചിച്ചെങ്കിൽ ആയിരുന്നില്ല. എന്നുള്ള രീതിയിലുള്ള റൈവൽ ഫാൻസിന്റെ ആഘോഷം നമ്മളത് ഇഗ്നോർ ചെയ്യാണ്ട് നമുക്ക് വേറെ ഇല്ല, നമ്മൾ ചെയ്യാൻ. ആരോടാ പറയുന്നത്, നമ്മള് മറ്റേ 3 എത്ര വർഷങ്ങളോളം റൗണ്ട് ഓഫ് 16 ഔട്ടായി ശീലിച്ചത് നമ്മളോടാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യുന്ന കേസുള്ളൂ. ബട്ട് അപ്പം ഇനിയിപ്പം ജസ്റ്റ് protect the second position and the Champions League എന്ന് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. അതാണ് സെക്കൻഡ് പൊസിഷൻ കിട്ടുക എന്ന് മാത്രമാണ് ഈ എയിം. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു now I think Arsenal can play without any ഒന്നുമില്ല. Without pressure Arsenal can play like good. pressure ഇല്ല. There's no pressure at all. Champions League pressure ഇല്ല. ആകെയുള്ളത് Champions League ക്വാളിഫൈ ഉള്ള മാത്രമേ പ്രഷർ ഉള്ളൂ. അല്ലാണ്ട് there's no pressure. And Arsenal perform well under no pressure. Arsenal perform very well. അതാണ്.
ബെസ്റ്റ് ടീം ഉണ്ട്. ഈ ടീമാണത്. ഒന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ ആർസണൽ ഇസ് ലൈക്ക് ദ ബെസ്റ്റ് ടീം തോന്നുന്നു. 5 ഗോള് 4 ഗോൾ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കൂട്ടും. അതാണ്, അത് വേണ്ട, അത് ചെയ്യാൻ പറ്റും. അതാണ്. ട്രൈ ടു ഫോർഗെറ്റ് ദിസ് സീസൺ ആസ് ഏർലി ആസ് പോസിബിൾ. ഇത്രയുള്ളൂ. ജസ്റ്റ് പ്രീമിയർ ലീഗിന്റെ വരുവാണെങ്കിൽ നെക്സ്റ്റ് മാച്ച് ലിവർപൂൾ അറ്റ് ആൻഫീൽഡ്. ഫീലിംഗ് കോൺഫിഡന്റ് ആണോ അതോ ഈ നോ പ്രഷർ ആർസണല്? It's a no pressure game. There's nothing there for us to lose. So try, if possible, try doing some bold team choices. Never let's like playing Saka in the Odegaard role and when area right side start ചെയ്യാം. So try to get some innovations happening. ഇനിയിപ്പോ ഒന്നുമില്ല. There's nothing to try to include your French players. നമ്മളിപ്പോ വൈറ്റിന് അധികം സീസൺ കണ്ടിട്ടുള്ള, partly due to injury. Maybe try giving some youngsters, Butler, OHG, there's players like that. So try to give them some minutes, maybe at least in the last 10 minutes or something like that. Our just for them to know how the high stakes football is going to be. അതാണ്. So അതാണ് പോസിബിൾ. ഒരു കുറച്ച് എക്സ്പെരിമെന്റ് ടീം ചെയ്യാൻ പറ്റും നോക്കുക, അത്രേ ഉള്ളൂ. We know there are only this much players that you can use. ഇപ്പൊ വന്യേറി ആണ്, പിന്നെ ട്രൊസാർഡ് മാത്രമേ നമ്മൾ മെയിൻ ആയിട്ട് സബ് യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. So if possible, don't start Nelly, start Trossard, start maybe Vanya. അതാണ്. ഇപ്പോ it all depends. അങ്ങനെ ആർട്ടേറ്റ ഡിസൈഡ് ചെയ്തതായിരിക്കും. So we can only say suggestions. ഡിസിഷൻസ് ഒക്കെ കുറെ ക്വസ്റ്റ്യനബിൾ ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടിരുന്നു ഫ്രം ഫാബ്രിസിയോ റൊമാനോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു ഹിയർ വി ഗോ ഫോർ ആളുടെ പേരെന്താ? മാർട്ടിൻ സുബിമെൻഡി ഫ്രം റിയൽ സൊസൈറ്റിയാണ്. ഫാബ്രിസിയോ റൊമാനോ ആണ് പറഞ്ഞത്. കൺഫേംഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പോ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല നീ സത്യം പറഞ്ഞ. ഈ പറഞ്ഞ പോലെ അടുത്ത സീസൺ ആണല്ലോ. ഈ സീസണിൽ എന്തായാലും അതിന്റെ എക്സൈറ്റ്മെന്റ് കാണിക്കേണ്ട ആവശ്യമില്ല. Zubimendi, if you're speaking about that particular player, Arteta's first choice player ആണ്. So it's like an Arteta signing. അതാണ്. Yeah, if you look at Arteta's first choice signings have been good. Rice is a perfect example. Rice, he has upped his game. But എനിക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു Zubimendi is going to play in the part-time position and Rice is going to completely occupy the number 8 position. അങ്ങനെ അവനാണ് പ്ലാൻ ഉള്ളത്. അങ്ങനെയാണ് അങ്ങനെയാണ് തോന്നുന്നുണ്ട്. Okay, so Zubimendi അപ്പോൾ നമ്പർ 6 പൊസിഷൻ ആണ് കളിക്കാൻ പോകുന്നത്. Zubimendi is going to play in that role. That Jorginho റോൾ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. ഞാൻ നമ്പർ 6 ആക്ച്വലി സുബിമെൻഡിയുടെ കളി കണ്ടിട്ടില്ല. എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഹൈപ്പ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ലിവർപൂളിന് ഭയങ്കരമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയർ ആണ്. ലിവർപൂൾ ഈ സീസൺ മേടിക്കാൻ നോക്കിയ പ്ലെയർ ആണ്. പക്ഷേ he did not want to leave Sociedad. എനിവേ ലെറ്റ്സ് സീ. നമുക്ക് നെക്സ്റ്റ് സീസണെ പറയാൻ പറ്റൂ. നോക്കാം. അതാണ് ഇനിയിപ്പോ ജൂൺ ഇക്കൊല്ലം എന്താണ് ട്രാൻസ്ഫർ വിൻഡോ നേരത്തെ തുറങ്ങുമല്ലോ. മറ്റേ ക്ലബ് വേൾഡ് കപ്പ് ഉള്ളതുകൊണ്ട് നേരത്തെ തുടങ്ങുന്നുണ്ടല്ലോ. സോ അപ്പൊ എനിക്ക് തോന്നുന്നു he might sign before June 30th itself. Maybe ജൂലൈ ആയിരിക്കും. അക്കൗണ്ടിങ് നോക്കുവാണെങ്കിലും ചിലപ്പോൾ ജൂലൈയിലൊക്കെ ആയിരിക്കുമല്ലോ സൈൻ ചെയ്യാൻ നോക്കുക. അങ്ങനെ വരുള്ളൂ മോസ്റ്റ്ലി. അങ്ങനെയാണ്. അതാണ് ഇപ്പൊ റിലീസ് ക്ലോസ് മാത്രം പേ ചെയ്താൽ മതിയല്ലോ. ബട്ട് ദേ ഹാവ് ടു പേ ഇറ്റ് അപ് ഫ്രണ്ട്. അതാണ് 60 million euros for a 25-year-old player is good, no problem. കാരണം ആ പൊസിഷനിൽ പ്ലേയേഴ്സ് ആർ വെരി ലോ റൈറ്റ് നൗ. നമ്മളിപ്പോ നോർമലി ആ നമ്പർ 6 പൊസിഷനിലും വി ഓൾ തിങ്ക് ഓഫ് എ ഡോമിനന്റ് ഫിസിക്കൽ കൈൻഡ് ഓഫ് പ്ലെയർ. ബട്ട് അതുപോലത്തെ പ്ലേയേഴ്സിന്റെ ഇപ്പൊ ഒരു അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നൗ ബിക്കമിങ് വെരി വെരി ലെസ്. ഈ പറഞ്ഞ പോലെ പാർട്ടയുടെ ആ ഒരു അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ വളരെ കുറവാണ്. അതെ. ഇപ്പൊ PSG നോക്കുവാണെങ്കിൽ വിറ്റീനിയസ് പ്ലേയിങ് ദാറ്റ് പൊസിഷൻ. വിറ്റീനിയസ് ഓൾസോ സെയിം ഫ്രെയിം. സുബിമെൻഡിയുടെ സെയിം ഫ്രെയിം തന്നെയാണ് വിറ്റീനയ്ക്ക് ഉള്ളത്. സോ ഓക്കെ, there's also physical, you have a physical player in Rice. So അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ചെയ്ത് വരുമായിരിക്കും. ലെറ്റ്സ് സീ. എനിവേ ഒരുപാട് പ്ലേയേഴ്സിനെ കുറിച്ച് നീ കോൺവെർസേഷൻസ് ഇനി വരാൻ കിടക്കുന്നുള്ളൂ. കുറെ കോൺവെർസേഷൻസ് കേൾക്കുന്നുണ്ട്. കുറെ കോൺവെർസേഷൻ. ലെറ്റ്സ് വെയിറ്റ് ഫോർ സംതിങ് കോൺക്രീറ്റ്. പുതിയ പ്ലേയേഴ്സ് ആണെങ്കിലും കറന്റ് പ്ലേയേഴ്സിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ഒരുപാട് റിവിഷനിസം ഒക്കെ ആക്ച്വലി ഓഡെഗാർഡിന്റെ ഒക്കെ കാര്യത്തിൽ വരുന്നുണ്ട്.
അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയാൽ കുറെ ടൈം അതിനു വേണ്ടി തന്നെ പോകും. കാരണം വീണു ഈ സീസൺ ആള് ഒരു ഭയങ്കര വളരെ ബിലോ ടു ഹിസ് സ്റ്റാൻഡേർഡ്സ് വളരെ ലോ ബാറിലാണ് ആള് കളിച്ചത്. If you look into the previous games, കുറച്ചുകൂടി he was better in the last PSG game. Because കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് നല്ലോണം ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ശരിക്കും നല്ലൊരു അറ്റാക്കിംഗ് ഇന്റന്റ് ഉണ്ടായിരുന്നു. ബട്ട് അവസാനം ഒന്നും അതിന്റെ എൻഡ് റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല സങ്കടം മാത്രമേ ഉള്ളൂ. I guess that summed up Arsenal season in a nutshell. അതുകൊണ്ട് എന്തായാലും പ്രത്യേകിച്ച് എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈ സീസൺ നമുക്ക് ഇതൊരു ഈ സീസൺ ഉണ്ടായിട്ടില്ല എന്ന് മറക്കാം, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ റൈവൽസ് ഓർത്തോളൂ. നമ്മൾ ആർസണൽ ഫാൻസ് വെച്ച് നോക്കുമ്പോൾ 2004-05 സീസൺ കഴിഞ്ഞിട്ട് എല്ലാ സീസണുകളും മറക്കുകയല്ല. ഇത് അങ്ങനത്തെ സീസൺ ഉണ്ടായിട്ടില്ലെന്ന് നമ്മുടെ എവിടെയും അതൊന്നും സീസൺ ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കുകയാണ് നമ്മളുടെ പതിവ്. അപ്പൊ താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ എന്തായാലും ഇത്ര നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും നമുക്ക് മറ്റ് കോൺവെർസേഷൻസുമായിട്ട് നമുക്ക് ഇനിയും ബ്രോ ജോയിൻ ചെയ്യണം. ടൈം കിട്ടുമ്പോഴൊക്കെ ജോയിൻ ചെയ്യണം. കാരണം ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്നത് ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് പറ്റിയാൽ കുറച്ച് പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസും എന്താണ് ആർസണലിന്റെ ഭാവി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് സഞ്ജയ് ബ്രോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. യെസ്, അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്താം. ആൻഡ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് പരിഗണിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ അതുവരെ കം ഓൺ യു.